മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ രാത്രി 3 മണിക്കൊക്കെ ഓരോരുത്തർ ഉറങ്ങിക്കിടക്കുന്നതിനെയൊക്കെ ഞങ്ങൾ പോയി മുണ്ടുപൊക്കിയൊക്കെ നോക്കുകയാണ് രഞ്ജിത്താണോ എന്നുള്ള ഇതിൽ. രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം മായ എന്ന് പറഞ്ഞ വ്യക്തിയെ കൊന്നു കഴിഞ്ഞ് എത്രത്തോളം ഉണ്ടാവുമെന്ന് രഞ്ജിത്തിന് നന്നായിട്ട് അറിയാം. രഞ്ജിത്തിന് അതിന് പറ്റിയ പണിഷ്മെൻറ്റ് കിട്ടില്ല എന്നുള്ളൊരു വിചാരമായിരിക്കും. അതുകൊണ്ടിൽ ഈ 12 ദിവസം ഇത്രയും വലിയൊരു സംഘം പുറകെ നിന്നിട്ട് പോലും 12 ദിവസം അവൻ്റെ ക്രിമിനൽ മൈൻഡാണ്. കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട് എന്ന് ഇളയ കുട്ടി, മൂത്ത കുട്ടിക്ക് ഫുള്ളി ഓട്ടിസമാണ്. ആ കുഞ്ഞിന് പ്രതികരണ ശേഷിയില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ അത് അവന് നന്നായിട്ട് അറിയാം, വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഈ മൂത്ത കുട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ആരെയൊന്നോ പലിശയ്ക്കെടുത്തു എന്നാണ് പറയണത് 30,000 രൂപ. ഞങ്ങൾക്ക് ഇതുവരെയും ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇറക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. നമുക്കത് വേദനയുള്ള കാര്യമാണ്. അപ്പോൾ ഇവൻ്റെ നോട്ടം കണ്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു അത് ആരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളെന്ന് പറഞ്ഞു. അവൻ്റെ നോട്ടങ്ങളൊന്നും ശരിയല്ല, അവനെ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ നേരെ ഈ വെള്ളയമ്പലത്ത് വെച്ചും മ്യൂസിയത്തിൽ വെച്ചും മോള് ബൈക്കിൽ പോയ സമയത്ത് ചേർത്ത് നിർത്തി. അങ്ങനെ അവളത്തെ പറഞ്ഞ് ഞാൻ പിള്ളേരെ നോക്കിക്കോളാം, നിന്നെ നോക്കിക്കോളാം, ഒരു ജീവിതം തരാം. അപ്പോൾ അവൾ നോക്കിയപ്പോൾ ഇത്രയും ഒരാൾ വന്ന് പറയാൻ നേരത്ത് നമുക്ക് അങ്ങനെ നോക്കാമെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ വീട്ടിൽ പറയാമെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് നിരന്തരം ഇവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഒരു കൂട്ടൊരാൾ വേണമല്ലോ എന്നും പറഞ്ഞാണ് മോളും അവനിലേക്ക് അങ്ങ് പോയത്. പക്ഷേ ഇവ നമ്മളെ കാലിന് നമുക്ക് അറിയില്ലായിരുന്നു. ഉദ്രേകം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിന്നെ ഈ ഹെൽമെറ്റ് മാറി അടിച്ച് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഏക്കതിൽ അതിപ്പം സാക്ഷി വരുത്തുണ്ട്. അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഹെൽമെറ്റ് മാറി അടിച്ച് മുറിഞ്ഞ് തലയും പൊട്ടിക്കൂടാന്ന്. ഏകദേശം കഴിഞ്ഞ ഒരാഴ്ചയോളം മുൻപാണ് നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് അടുക്കിയൊരു കൊലപാതക വാർത്ത നമ്മൾ പുറത്തറിഞ്ഞത്. മായാമുരളി എന്ന് പറയുന്ന ഒരു യുവതിയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. അപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പിടികൂടിയത്, പ്രതി രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയത്. അപ്പോൾ കേസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മായയുടെ വീട്ടിലാണ്. അപ്പോൾ മായയുടെ സഹോദരി മഞ്ജുവും അതുപോലെ തന്നെ അച്ഛൻ മുരളിയും നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ എന്താണ് കേസിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നിലവിൽ എന്താണ് കേസിൻ്റെ ഒരു സ്ഥിതി? നിലവിൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ കുറ്റവാളിയെ പിടിച്ചിട്ടുണ്ട്. വെറും കുറ്റവാളിയല്ല, കൊടും കുറ്റവാളി എന്ന് വേണം പറയാനായിട്ട്. കാരണം സാറ് അന്വേഷണത്തിൽ അറിഞ്ഞത് DYSP സാറ് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ കേസുമായിട്ട് ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എല്ലാ അപ്ഡേറ്റും ഞങ്ങളോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാട്ടാക്കട DYSP സാറ്. അപ്പോൾ പുള്ളിക്കാരൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മായ എന്ന് പറയുന്നത് രഞ്ജിത്തിൻ്റെ ആദ്യത്തെ ഇരയല്ല, 6 കേസുകളിൽ ഒരാൾ മാത്രമാണ്. നിരന്തരം രഞ്ജിത്ത് ഇങ്ങനെ തന്നെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത്. അപ്പോൾ അവൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് 6ഓളം കേസിൽ ഒരു ഇര മാത്രമാണ് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചെറിയ നഷ്ടമല്ല, വലിയൊരു നഷ്ടമാണ്. ഒരിക്കലും അത് നികത്താനായിട്ട് ഇനി ആർക്കും പറ്റില്ല. പക്ഷേ എന്നാൽ കൂടിയും ആ ഒരു കുറ്റവാളിയെ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ അനുവദിക്കാതെ സാറിൻ്റെ വലിയൊരു ടീം അതിന് പുറകെ നിന്ന് അത് പിടിച്ചതിന് സാറിനോട് ശരിക്കും നന്ദി പറയുവാണ്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കുറ്റവാളിയെ ഇനി സമൂഹത്തിൻ്റെ നിരയിലേക്ക് വിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കരുത്. മാക്സിമം ഈ പറഞ്ഞ രഞ്ജിത്തിന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ പകരത്തിന് പകരം എന്നല്ല പറയുന്നത്, ഈ രഞ്ജിത്തിന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ വലിയൊരു ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്നുള്ള റിക്വസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. ചേച്ചി, തുടക്കം മുതലേ മായ ഉള്ളിനായിട്ട് പരിചയമുള്ള സമയത്ത് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിരുന്നോ? ഇങ്ങനെ എന്തെങ്കിലും ഉപദ്രവിക്കുക അല്ലെങ്കിൽ വഴക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് ചേച്ചിക്ക് ഇങ്ങനൊരു നമ്മളെ വീട്ടിൽ ചേച്ചി ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ചേട്ടൻ മരിച്ചിട്ട് 8 വർഷമായി. അപ്പോൾ വീട്ടിൽ ആലോചന തുടങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കാര്യം ഞങ്ങളോട് ചേച്ചി ഷെയർ ചെയ്യുവാണ്. ഈ ഷെയർ ചെയ്യാൻ നേരത്തെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ അത് ഓക്കെ അല്ല, നമ്മളെ ഫാമിലിക്ക് ബെറ്റർ ചോയ്സ് അല്ല ചേച്ചിയുടെ എന്ന് വ്യക്തമായിട്ട് മനസ്സിലായപ്പോൾ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും പിന്തിരിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ കൊടുത്ത വാഗ്ദാനം എന്ന് വെച്ചാൽ ചേച്ചിയെ മാത്രമല്ല എനിക്ക് വേണ്ട നിങ്ങളെ 3 പേരെയും ഞാൻ സംരക്ഷിച്ചോളാം എന്നുള്ളൊരു വാഗ്ദാനം. അതിലെൻ്റെ ചേച്ചി വിശ്വസിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുള്ളിക്കാരൻ അങ്ങനെ പൊതിഞ്ഞാണ് പുള്ളിക്കാരനെ അവതരിപ്പിക്കുന്നത് ചേച്ചിയോട്. അപ്പം ഞങ്ങൾ പറയുന്നതിനേക്കാളും വിശ്വസിച്ചത് ചേച്ചി അദ്ദേഹത്തെ ആ വ്യക്തിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കല്യാണത്തിന് മുന്നേ ഈ ചേച്ചിയെ കൊണ്ടുപോകുന്നതിന് മുന്നേ ചേച്ചി ഇയാളെ ആക്രമിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ നെറ്റിയിൽ 5 സ്റ്റിച്ചിൻ്റെ പാടുണ്ട്. ഞങ്ങളോട് ബൈക്ക് ആക്സിഡൻ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ പോയതിന് ശേഷമാണ് ഇത് കണ്ടു നിന്ന സാക്ഷി ഞങ്ങളോട് പറയുന്നത് ഇയാൾ അറ്റാക്ക് ചെയ്തതാണെന്ന് പറയുന്നത്. അപ്പം ചേച്ചി കൊണ്ടുപോകുന്നതിന് മുന്നേ ആക്രമണം തുടങ്ങിയതാണ്. അതിനുശേഷം ചേച്ചി ഞങ്ങളോട് ആരോട് ഷെയർ ചെയ്യാറില്ല, ഫ്രണ്ട്സിനോട് വ്യക്തമായി ഷെയർ ചെയ്യുന്നുണ്ട്. ആരും വിളിക്കരുത്,
സംസാരിക്കരുത്, വീട്ടിലേക്ക് അലൗഡ് ചെയ്യുന്നില്ല. ഫ്രണ്ട്സിനെ പോലും, ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലും വീട്ടിലേക്ക് അലൗഡ് ചെയ്യുന്നില്ല. കാരണം അവളെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്താലും ഒക്കെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേച്ചി ഒരു അടിമയെ പോലെയാണ് കഴിഞ്ഞത് അയാളുടെ മുമ്പിൽ. അപ്പോൾ ചേച്ചിക്ക് പേടിയായിരുന്നു പൂർണ്ണമായിട്ട് ഇയാൾ ഉപദ്രവിക്കുന്നത്. ഞങ്ങൾ ആരെങ്കിലും വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇയാളെ ചേച്ചിക്ക് പേടിയായിരുന്നു ഇയാൾ ഉപദ്രവിക്കുന്നുള്ളൂ. അതിൻ്റെ ഫോട്ടോസൊക്കെ സുഹൃത്തുക്കളിലുണ്ട്. അവർ കർമ്മ ന്യൂസിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ആ ഫോട്ടോസ്. അപ്പോൾ പണ്ടേ തുടങ്ങിയ ഒരു കാര്യം. പിന്നെ ചേച്ചി പലരും ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാ സഹിച്ചു നിന്നതെന്ന്. ഇപ്പോഴും ചേച്ചിയെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് കൂട്ടത്തിൽ. ഈ വിമർശനം പേടിച്ചിട്ടായിരിക്കും അവൾ തിരിച്ച് വരാതിരുന്നത്. നാളൊരു സമയത്ത് വന്നാലും ഇതിനേക്കാളും വലിയ വിമർശനം കേൾക്കുമെന്നുള്ള പേടിയായിരിക്കാം. സമൂഹം അവളെ കാണുന്ന കണ്ണെന്തായിരിക്കും, അതുകൊണ്ടായിരിക്കും. അവൾ ആദ്യം രക്ഷപ്പെടുത്തിയത് അവരുടെ പിള്ളേരെയാണ്. നിരന്തര ഉപദ്രവം തുടങ്ങിയപ്പം കുട്ടികളെ രക്ഷപ്പെടുത്തി വിട്ടു. അത് കഴിഞ്ഞ് അവൾ വരണമെന്ന് തീരുമാനം വന്നപ്പോൾ രഞ്ജിത്തിനെ അത് സമ്മതിച്ച കാര്യമാണ്. മായ തിരിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ അവന് വൈരാഗ്യം മൂത്തു. അത് തന്നെയാണ്. പിന്നെ വേറെ ബാലിശികമായ മറ്റൊരു കാര്യം പറഞ്ഞത്, മരിച്ചുപോയ ചേട്ടൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഫുഡ് കഴിച്ച് അത് അവന് രഞ്ജിത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം മായ എന്ന് പറഞ്ഞ വ്യക്തിയെ കൊന്നു കഴിഞ്ഞ് എത്രത്തോളം ഉണ്ടാവുമെന്ന് രഞ്ജിത്തിന് നന്നായിട്ട് അറിയാം. രഞ്ജിത്തിന് അതിന് പറ്റിയ പണിഷ്മെൻറ്റ് കിട്ടില്ല എന്നുള്ളൊരു വിചാരമായിരിക്കും. അതുകൊണ്ടല്ലേ 12 ദിവസം ഇത്രയും വലിയൊരു സംഘം പുറകെ നിന്നിട്ട് പോലും 12 ദിവസം അവൻ്റെ ക്രിമിനൽ മൈൻഡാണ്. വന്നു പോയിന്ന് അവൻ്റെ ക്രിമിനൽ മൈൻഡ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കോണം. ഇത്രയും പഠിപ്പും വിവരവും ഈ നമ്മളെ കേരള പോലീസിന് 12 ദിവസം കബളിപ്പിച്ച് നിൽക്കാൻ പറ്റിയ അത്ര ക്രിമിനൽ ബുദ്ധിയാണ് അവനുള്ളത്. ഒരു കേസ് പോലെ അവൻ്റെ പേരിലേക്ക് വരുന്നില്ല ലേഡീസ്. കാരണം നാണക്കേട്. ഈ സമൂഹം അവരെ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ തെറ്റായ വാക്കുകൾ ഉപയോഗിച്ച് ഇപ്പോൾ എൻ്റെ ചേച്ചിയെ പലവരും സംസാരിക്കുന്നത് പോലെ സംസാരിക്കും എന്നുള്ള ആ ഒരു പേടി കൊണ്ടാണ് പെണ്ണുങ്ങൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഇരയാക്കപ്പെട്ട പെണ്ണുങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? എൻ്റെ ചോദ്യം ഇതാണ്. എപ്പോഴും അവർ ഇരയാക്കപ്പെട്ട പെമ്പിളരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതല്ല, ഇത്രയും വലിയൊരു കുറ്റവാളി നിൽക്കുമ്പോൾ അയാൾ ചെയ്ത ക്രൂരകൃത്യം, എൻ്റെ ചേച്ചി അനുഭവിച്ച ആ ഒരു വേദന, ആ നൈറ്റ്, ആ രാത്രിയിൽ എൻ്റെ ചേച്ചി ഒരു വേദന അനുഭവിച്ചു. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അവൾ എന്തിനാ പോയത് അവൾക്ക് 8 വർഷം ഭർത്താവിനെ കിട്ടാതിരുന്ന് പോയതല്ല. അവൻ കൊടുത്ത വാഗ്ദാനങ്ങളിൽ വീണു പോയതാണ് ശരിക്കും പറഞ്ഞു. ഇതിനിടയിൽ എപ്പോഴേലും കുഞ്ഞുങ്ങൾ 2 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ അതിൽ അവരെ എന്തെങ്കിലും ഉപദ്രവിക്കുന്നു എന്നുള്ള എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇളയ കുഞ്ഞിനെ ഛർദ്ദിച്ചത് 2 തീറ്റിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. ആഹാരം കുഞ്ഞ് ആഹാരം കഴിച്ചപ്പോൾ ഛർദ്ദിച്ച് അതിന് വാരി തീറ്റിച്ചെന്ന് ഇളയ കുഞ്ഞ് പറയുന്നുണ്ട്. കാട്ടാക്കടയല്ല, 2 മാസമായിട്ടുള്ളൂ കാട്ടാക്കട വന്നിട്ട്. ഈ കുഞ്ഞുങ്ങൾക്കറിയില്ല ഈ കാട്ടാക്കട വന്ന കാര്യം. അതിന് മുന്നേ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട്. ഈ ഒരു സംഭവം ഉണ്ടായത് എവിടെ വെച്ചിട്ടാണ്? അവർ മുന്നേ വാടകയ്ക്ക് താമസിച്ച സ്ഥലത്ത് വെച്ചിട്ട്. എവിടെയാണെന്ന് അറിയാമോ? കാച്ചാണി ഭാഗത്തായിരുന്നു അതിന് മുന്നേ വാടകയ്ക്ക് താമസിച്ച. അവിടെ വെച്ചിട്ടാണ് ഈ കുഞ്ഞിനോട് അങ്ങനെ പെരുമാറിയത്. കുട്ടികളെ ഉപദ്രവിക്കാറുണ്ടെന്ന് ഇളയ കുട്ടി. മൂത്ത കുട്ടിക്ക് ഫുള്ളി ഓട്ടിസമാണ്. ആ കുഞ്ഞിന് പ്രതികരണ ശേഷിയില്ല. അത് മനസ്സിലാക്കണം. അപ്പോൾ അത് അവന് നന്നായിട്ട് അറിയാം, വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഈ മൂത്ത കുട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ആരെന്നോ പലിശയ്ക്ക് എടുത്തു എന്നാണ് പറയണത് 30,000 രൂപ. ഞങ്ങൾക്ക് ഇതുവരെയും ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇറക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. നമുക്കത് വേദനയുള്ള കാര്യമാണ്. ഇയാളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി പൈസ ഉണ്ടാക്കലെന്നാണ് ഈ രഞ്ജിത്തിൻ്റെ ലക്ഷ്യം. അതിന് എക്സാമ്പിളാണ് ഈ കുഞ്ഞിൻ്റെ പറ്റും പറഞ്ഞുകൊണ്ട് എവിടെ നിന്ന് 30,000 രൂപ. മനോജേട്ടൻ മരിച്ചിട്ട് ആ ചേട്ടൻ്റെ പൈസ കുട്ടികളുടെ പേരിലുണ്ട്. ആ കുട്ടികളുടെ ആ പൈസ പോലും ഇതുവരെ ആരും എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത് ചേട്ടൻ്റെ വീട്ടുകാരും മനോജേട്ടൻ്റെ വീട്ടുകാരും ഞങ്ങളെ വീട്ടുകാരും ചേർന്നാണ്. മനോജേട്ടൻ്റെ മരിച്ചതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയും. പിന്നെ ഇയാൾ ഇത് കൊണ്ടുപോയി ഒരു ആയുധമാക്കി എടുക്കുകയാണ്. എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ടുപോയി ഇറക്കുക. ചേച്ചി അക്കൗണ്ട് മാക്സിമം അവൾ പോകുന്നിടത്ത് 5 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ടായിരുന്നു. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും 17 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അവൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു, ക്യാഷ്. പിന്നെ അവളെ കൈവിട്ട് പോകുമെന്നുള്ള വൈരാഗ്യം, ഈ വന്നുകൊണ്ടിരിക്കുന്ന പൈസ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു വൈരാഗ്യം. ഇനി രഞ്ജിത്തിൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? രഞ്ജിത്തിൻ്റെ വീട്ടുകാരും ഈ രഞ്ജിത്തിനെ സപ്പോർട്ടല്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് രഞ്ജിത്തിനെ പിടികിട്ടി അവർ തന്നെ പിടിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇനി ജാമ്യം എടുക്കാൻ വരുമെന്നൊന്നും അറിയാൻ പാടില്ല. ഇതുവരെ അവരാരെയും പ്രസന്റ്ലി ആരെയും ഒരിടത്തും കണ്ടിട്ടില്ല. അവർക്ക് തന്നെയും ഉപദ്രവകാരിയാണ് എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. വീട്ടിൽ നിരന്തര അടിയാണ്. 2 മൂത്ത ചേച്ചിമാരാണ് ഉള്ളത്. ആ ചേച്ചിമാരെ നിസ്സാര കാര്യങ്ങൾക്ക് വരെ അടിക്കാറുണ്ട്. പല തവണ പേരുക്കട പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എടുത്തു. പക്ഷേ എന്നിട്ടും എൻ്റെ സംശയം, ഇത്രയും കംപ്ലൈൻറ്റ് ലേഡീസിൻ്റെ ഇടയിൽ നിന്നും കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, ഈ സ്വന്തം സഹോദരങ്ങളും പാരൻസും കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ലീഗലി അയാൾക്കെതിരെ ഒരു
നിയമ നടപടി ഉണ്ടായിട്ടില്ല. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഒത്തുതീർപ്പ് ചെയ്ത് വിടുകയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. ചേച്ചി മരിക്കുന്നതിന് 2 ദിവസം മുന്നേ എൻ്റെ ചേച്ചി ആ ഹോസ്പിറ്റലിൻ്റെ നടയിൽ വെച്ച് മണ്ണന്തല നടയിൽ ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ച് അടിക്കുകയും ഇത് കണ്ടു നിന്ന സാക്ഷിയായിട്ട് നിന്ന ചേച്ചിയുടെ ഇളയ കുട്ടിയാണ്. അപ്പം ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ചേച്ചി സേഫാണോ അല്ലേ പേടി. കാരണം അവൾ അന്ന് ലാസ്റ്റ് വിളിക്കുമ്പോൾ പറഞ്ഞത്, അമ്മ എൻ്റെ മക്കളെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം, ഞാൻ ഇനി ഉണ്ടാവില്ല എന്ന ഒരു വാക്കോട് കൂടി കോള് കട്ടായപ്പോൾ നമ്മൾ ടെൻഷനായിട്ട് പോയി കംപ്ലയിൻറ്റ് ചെയ്യുവാണ്. ചേച്ചിയെ ഞങ്ങൾക്ക് കാണണം, അവൾ സേഫാണോ ഇല്ലെന്ന് അറിയണം എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞത് കുട്ടികളുടെ മൊഴി നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. മായയെ ഫോൺ ചെയ്തപ്പോൾ മായ സേഫാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസം അവൾ വന്ന് നേരിട്ട് കണ്ടോളാമെന്ന് പറഞ്ഞ് നേരിട്ട് കാണുകയും അവൾ ഓക്കെയാണ്, അവനെ ഓക്കെ ആക്കി കൊണ്ടുവരാം, നമ്മളെ മുമ്പിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ വീണ്ടും പോകുന്നത്. ഇതിനിടയിൽ ഏതെങ്കിലും ദിവസം ഇവിടെ രാത്രി എന്തെങ്കിലും സൗണ്ട് അങ്ങനെ കേട്ടായിരുന്നു? നമ്മൾ വീടിൻ്റെ അവിടെ വന്നിട്ട് എന്തെങ്കിലും വണ്ടി സ്റ്റാർട്ടാക്കുന്ന സൗണ്ടോ രാത്രി എന്തെങ്കിലും അങ്ങനെ കേട്ടായിരുന്നു? ഈ ഇരപ്പൊഴി ഭാഗവും നമ്മളെ തമ്മിൽ നല്ല ദൂരമുണ്ട്. നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. പേരുക്കട ഇരപ്പൊഴി ഭാഗം. ഇവ ഇരുന്നു എന്ന് പറയുന്ന സ്ഥലം ഇരപ്പൊഴി ഭാഗത്താണ്. ഇനി ബാക്കി കാര്യങ്ങൾ സാർ അന്വേഷിച്ചാലേ അറിയാൻ പാടുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം വന്നിറങ്ങിയത് മണ്ണന്തലയാണ് കുട്ടികൾ കിടക്കുന്ന ഹോസ്പിറ്റൽ. എന്ത് ലക്ഷ്യം വെച്ച് വന്നു എന്നുള്ളത് അറിയാൻ പാടില്ല. ഈ കുഞ്ഞാണ് കൂടുതലും മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇനി ഇളയ കുട്ടിയെ ലക്ഷ്യം വെച്ചാണോ വന്നതെന്നും അറിയാൻ പാടില്ല. കാരണം ഈ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം ചെയ്ത രഞ്ജിത്തിന് അടുത്ത ചെയ്യാനും പ്രയാസമല്ല. ഇതിന് എത്രത്തോളം ശിക്ഷ കിട്ടും എന്നുള്ളത്, ഇതിന് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കും, ശിക്ഷ എത്രത്തോളം കിട്ടുമെന്ന് അറിയാൻ പാടില്ല. 12 വർഷം ഇപ്പം രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം 33 വയസ്സ്, 12 വർഷം എന്ന് പറയുമ്പോൾ 45 വയസ്സ്. വലിയ പ്രായക്കുറവൊന്നുമല്ല. അവന് ഇനിയും പെണ്ണുങ്ങളെ കിട്ടി ഇനിയും ഇരയെ തേടി ഇറങ്ങാനുള്ള സമയമൊക്കെ രഞ്ജിത്തിനുണ്ട്. ഏതായാലും ഇനി 12 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് പിടിയിലായത്. അതുവരെ ഇതിനിടയിൽ ഇവിടേക്ക് വന്നുപോയി എന്നാണ് പറയുന്നത്. അത്രയും ആളുകളെ കബളിപ്പിച്ചിട്ട് ഇവിടുന്ന് ആരെങ്കിലും ഒരു സപ്പോർട്ട്, ഈവൻ നാട്ടിൽ നിന്നാണെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുന്ന സംശയമുണ്ടോ? ഞങ്ങൾ ലുക്കൗട്ട് നോട്ടീസ് കൊടപ്പനക്കുന്ന് മുതൽ ഏതാണ്ട് ഒരു ആറ്റിങ്ങിൽ വരെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഇരപ്പുഴി ഭാഗവും മുക്കോല ഏരിയയിലുള്ള എല്ലാ പോസ്റ്ററുകളും വലിച്ചീറിയേക്കാണ്. അപ്പോൾ അത് ആരാ ചെയ്തതെന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോൾ ആരേലും ഉണ്ടാവും. അല്ലാതെ എങ്ങനെ ഒരാൾക്ക് ഇത്രയും ദിവസം സേഫായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഇനി സാറ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറ് അത് പബ്ലിക്കലി പറയും. അത് ഷുവറാണ്. പറഞ്ഞിരുന്നത്, ചേട്ടാ നിങ്ങൾക്ക് ഓട്ടോ സംബന്ധമായ എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പോലീസ് കേസോ അങ്ങനെ എന്തെങ്കിലും, നമ്മൾ നിയമം തെറ്റിച്ച് ഇതുവരെ ഒരു കാര്യം ചെയ്തിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. എനിക്ക് പെൻഷൻ പറ്റിയ ഏതോ ഒരു എടുപ്പുള്ള ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അപ്പോൾ ആളുടെ സഹായത്തോടെ നിങ്ങളെ സഹായിക്കാമെന്നൊരു വാഗ്ദാനം അച്ഛന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ നിയമപരമായിട്ട് എല്ലാം ഇൻഷുറൻസ് നമ്മളുടെ പേപ്പറെല്ലാം ക്ലിയർ ആയിട്ടാണ് പോകണം, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നും ചേച്ചിയുടെ വിഷയം വരാൻ നേരത്തെ ഞങ്ങൾ കൊടുത്ത മാൻ മിസ്സിങ്. വേറൊരു കാര്യം പറയാനുള്ളത്, ചേച്ചിയുടെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ശരിക്കും നമ്മൾ കൊടുത്ത മാൻ മിസ്സിങ് കേസാണ്. ഈ മാൻ മിസ്സിങ് കേസ് കോടതിയിൽ എഴുതി വെച്ചിട്ടാണ് രഞ്ജിത്ത് കൊണ്ടുപോയത്. അത് നിയമപരമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ മാൻ മിസ്സിങ് കേസ് കൊടുത്തപ്പോൾ പിറ്റേ ദിവസം ഇവർ 3 പേരെയും കൊണ്ടുവന്ന് വൈദ്യപരിശോധന കഴിഞ്ഞ് കോടതിയിൽ മൊഴി കൊടുത്താണ് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ SI സാറിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സാർ ഇയാൾ വളരെ അപകടകാരിയായ ഒരു വ്യക്തിയാണ്, ചേച്ചിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, മുന്നേ ഉപദ്രവിച്ച്. നമ്മൾ അതിന് ശേഷമാണ് ഇവർ കൊണ്ടുപോയതിൻ്റെ അന്ന് രാത്രിയിലാണ് പലവരും ഞങ്ങളോട് പറയുന്നതും സ്റ്റേഷനിൽ വെച്ച് ഈ പെങ്കൊച്ചും പറയുന്നത്, ചേച്ചിയുടെ ഇളയ മോള് പറയുന്നത് അമ്മയെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ ഇവൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പല പ്രാവശ്യമായിട്ട് മോളെയും കൊണ്ട് ഉള്ളപ്പോഴും ഇവൻ്റെ കൂടെ ജീവിതം ആരംഭിക്കുന്ന മുന്നേ പോയിട്ടുള്ളപ്പോഴും പല പ്രാവശ്യം കുഞ്ഞിന് മുമ്പിട്ട് അടിക്കുന്ന കാര്യങ്ങളൊക്കെ പെൺകൊച്ച് പിന്നീടാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോഴും ഈ കൊച്ചു മൊഴി SI സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പേരുക്കട SI സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മൊഴി എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വിട്ടത്. എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ചെയ്യാൻ പറ്റിയിരുന്നു എങ്കിൽ ഇനി ആ സമയങ്ങളിൽ ചെയ്യാമായിരുന്നു. നിയമ തടസ്സമൊന്നുമില്ല, ഒരു മനുഷ്യൻ്റെ പരിഗണന എന്ന് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് വിട്ടുതരാൻ പറ്റില്ല, ഞങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റില്ല. കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെ അച്ഛൻ മാത്രമേ ഉള്ളൂ മരിച്ചത്, അമ്മ ജീവനോടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെ വിടാൻ പറ്റത്തുള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് പോയത്. നെഞ്ചും വിരിച്ച് നമ്മളെ മുമ്പിൽ രഞ്ജിത്ത് ചേച്ചിയും കൊണ്ട് പോയത് വളരെ സിമ്പിളായിട്ടാണ്, ഒരു തടസ്സവും ഒന്നുമില്ലാതെ. പിന്നെ നമ്മളെ പറ്റിയാണ് യൂസ് ചെയ്യാനിരിക്കുകയായിരുന്നു. കാരണം അവിടെ ഒരു ഫോൺ കോൾ വന്നതിന് ശേഷമാണ് രഞ്ജിത്ത് അതിൻ്റെ അകത്ത് സ്റ്റേഷനിൽ കയറിയിട്ട് പിന്നെ ആ SI നമ്മോട് ചൂടായിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനല്ല പോയത്, എൻ്റെ മോള് എൻ്റെ ഭാര്യ കൂടെ കേസ് കൊടുത്ത് ഞാനാണ് കൊടുത്തത്. പക്ഷേ എന്നെ വിളിച്ചിട്ടില്ല, ഒന്നും ചോദിക്കുകയും ചെയ്തില്ല.
രണ്ടാമത് ഒരു ഫോൺ കോൾ വന്നപ്പോൾ ശേഷമാണ് രഞ്ജിത്ത് വന്ന് ആ പോലീസ് SI എൻ്റെ ഭാര്യ അടുത്ത് അവിടുത്തെ ചൂടായി സംസാരിക്കുകയാണ്. ഇവരെ ഒന്നും പറയാൻ ഉൾക്കൊള്ളുന്നില്ല. ഇപ്പോൾ എന്തൊക്കെ വന്നാലും നിയമത്തിൻ്റെ വഴി തന്നെ പോകാൻ തന്നെയാണ്. അതെ, ഞാൻ ശക്തമായിട്ട് നിയമത്തിൽ വിശ്വസിക്കുവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയെ ചെയ്ത ഒരാളെ കൺമുമ്പിൽ കണ്ടിട്ട് ഞങ്ങളുടെ വികാരം അടക്കി അവിടെ നിന്നത്, ഞങ്ങളുടെ വേദന അടക്കി അവിടെ നിന്നത് നിയമത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ്. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്, രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളിയെ സമൂഹത്തിന് മുമ്പിൽ സാധാരണ ജീവിതം നയിക്കാൻ സമ്മതിക്കാതെ നിയമം ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ 2 മക്കളാണ്. അപ്പോൾ അവർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏതൊക്കെ പ്രായമായിട്ടുണ്ടാകും? ഇളയ മോള് 7 വയസ്സിന് 2ാം ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്. മൂത്ത കുഞ്ഞ് 12 വയസ്സ്. നമ്മൾ ഓട്ടിസത്തിൻ്റെ സ്കൂളിൽ വിടുന്നുണ്ടായിരുന്നു. കുഞ്ഞ് 4ാം ക്ലാസ് വരെ പഠിക്കുന്നുണ്ടായിരുന്നു. ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി കയറ്റിയിട്ട് കുഞ്ഞിൻ്റെ സ്കൂൾ ബസ് വരുന്നിടത്തേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. പുറകിൽ ഒരാൾ വേണം, ഓട്ടിക്കുന്ന ഒരാളും പുറകിൽ ഒരാളും വേണം. അപ്പോൾ ചേച്ചിയും അച്ഛനാണ് ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ആ കുട്ടിയുടെ കാര്യം, അതായത് ചേട്ടൻ്റെ വീടിൻ്റെ മരിച്ചുപോയ ചേട്ടൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് സ്കൂളിൻ്റെ സൗകര്യക്കുറവ് കാരണമാണ് അവരിവിടെ വന്ന് നിൽക്കുകയും ബാക്കി വെക്കേഷൻ സമയങ്ങളിൽ അവിടെ പോവുകയും ചെയ്യുന്നത്. ഇനി ആ കുഞ്ഞിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെയാണ്. അമ്മ ഗൾഫിലാണെന്ന് പറയുമ്പോൾ ഹൗസ് മെയ്ഡാണ്. അവരുടെ ഈ കുട്ടികളുടെ വളർച്ചയ്ക്കും അതിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അമ്മ അവിടെ പോയി നിൽക്കുന്നത് തന്നെ ഈ പ്രായത്തിൽ. അപ്പോൾ ഇനി എന്താണ് കുട്ടികളുടെ അവരുടെ സഹായത്തിനൊക്കെ അവൾക്ക് പകരമായിട്ട് ആരുണ്ടാവും എന്നുള്ളത് രഞ്ജിത്ത് തന്നെ ഉത്തരം പറയണം. ആർക്കും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ മൂത്ത കുട്ടിക്ക്, ഇളയ കുട്ടിയുടെ കാര്യം അത് വളർന്നോളും സാധാരണ രീതിയിൽ. ആ മൂത്ത കുഞ്ഞിന് ഇനി ജീവിതത്തിൽ ആരുണ്ടാവും എന്നുള്ള ഉത്തരം രഞ്ജിത്ത് തന്നെ പറയണം ചേച്ചി, വേറെ ആരും പറയാനില്ല. ചോദിച്ചായിരുന്നു മക്കള്, അമ്മ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു? എനിക്ക് ഇളയ കുട്ടിയെ ഫേസ് ചെയ്യാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞില്ലേ 2 ദിവസം മുന്നേ ചേച്ചി ആശുപത്രിയുടെ നടയിലിട്ട് അടിച്ചെന്ന്. അന്ന് ഈ കുഞ്ഞ് എന്നെ കരഞ്ഞിട്ട് പറഞ്ഞ്, കുഞ്ഞാ ഞങ്ങളെ രക്ഷിച്ച പോലെ എൻ്റെ അമ്മയും കൂടെ എന്നെ ഒന്ന് രക്ഷിച്ചു കൊണ്ട് താ അമ്മ എന്ന് കുഞ്ഞാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ മോള് പോലും എന്നെ ഉമ്മച്ചിന്നും ചേച്ചി അമ്മ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് 3 കുട്ടികളാണ്. ചേച്ചി ചിന്തിക്കണം അങ്ങനെയാണ്, ഞാൻ ചിന്തിക്കണം അങ്ങനെയാണ്. അപ്പോൾ ആ കുഞ്ഞങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ട് പേരിലാണ് രാത്രിക്ക് രാമായണം ഞാൻ ആ 9 മണിക്ക് എൻ്റെ കുഞ്ഞിനെയും ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയും വണ്ടിയിൽ കയറ്റി ഇടുപ്പിൽ കെട്ടി വെച്ചാണ് കൊണ്ടുവരണം. വന്ന് നമ്മളെ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു ചാൻസ് പോലും എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ എനിക്ക് ആ ഇളയ കുട്ടി ചേച്ചി മരിച്ചു കിടന്ന സമയത്ത് അവിടെ കാട്ടാക്കട നിൽക്കുമ്പോഴേ ഇളയ കുഞ്ഞ് വിളിച്ച് എന്നോട് ചോദിക്കുകയാണ്, കുഞ്ഞാ എൻ്റെ അമ്മ കുഴപ്പമില്ലല്ലോ, അമ്മേൻ്റെ അടുത്തല്ലേ നിൽക്കണ കുഞ്ഞാ, അമ്മ ഓക്കെ അല്ലേ, അമ്മ എന്ത് ചെയ്യണ, അമ്മയുടെ അടുത്താണോ കുഞ്ഞ് നിൽക്കുന്നത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയെ കൊണ്ടുവന്ന് ഇവിടെ കിടത്താൻ നേരത്താണ് ആ കുട്ടി തിരിച്ചറിയണത്. ചേച്ചി അടയ്ക്കിയ സ്ഥലത്ത് ചടങ്ങിനകത്ത് പോകാൻ നേരത്ത് ആ കുഞ്ഞ് കരച്ചിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരാൾ കണ്ടിട്ടില്ല. ആ വേദനയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടിയാണ്, തിരിച്ചറിയാനുള്ള പ്രായമായി വരുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് ഇനിയാണ് അമ്മയുടെ സാന്നിധ്യം എന്താണെന്ന് പെൺകുട്ടികളുമാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് മൂത്ത കുഞ്ഞ് ഓട്ടിസം ശാരീരികമായിട്ടാണ്, മനസ്സുകൊണ്ട് കുട്ടിയുടെ ബുദ്ധിപരമായിട്ട് എല്ലാം അറിയാം, എല്ലാവരും തിരിച്ചറിയാം. അച്ഛനെയും അമ്മയെയും മനോജേട്ടനെയും എൻ്റെ അമ്മയും എല്ലാവരെയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പം ചേച്ചി വരുന്നതും പോകുന്നതും കാത്തിരിക്കുകയാണ് ആ കുട്ടി. മെഡിസിൻ കഴിക്കണമെങ്കിൽ ചേച്ചി വന്നെടുത്ത് കൊടുത്താലേ കഴിക്കുകയുള്ളൂ. എന്നുവെച്ചാൽ അവൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടായിരുന്നു സ്ഥിരം. ആഹാരം കൊടുക്കണമായാലും കുറച്ച് ദിവസം ആ കുട്ടിയെ ആഹാരം കൊടുക്കാനായാലും മെഡിസിൻ കൊടുക്കാനായാലും കുറച്ച് പാടായിരുന്നു. ഇനി റിക്കവറായി വരുമായിരിക്കും. ആ കുഞ്ഞെങ്ങനെ അച്ഛൻ മരിച്ചത് തന്നെ വലിയൊരു വേദനയായിരുന്നു. മനോജേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു മനുഷ്യ ഈ ലോകത്തുണ്ടാവും. എൻ്റെ പിള്ളേരെ നോക്കണമായാലും എൻ്റെ ചേച്ചിയെ നോക്കണമായാലും ആ വേദന മാറുന്നതിനേക്കാളും മുന്നേ ആ അമ്മയുടെ വേദനയും കൂടിയിട്ട് ഈ പിള്ളേർക്ക് ഇത്രയും വലിയൊരു വേദന എന്തിനു കൊടുത്തു എന്ന് തന്നെ മനസ്സിലാവുന്നില്ല. രഞ്ജിത്തിന് വേണ്ടെങ്കിൽ 1 or 2 അടിയോ കൊടുത്തോ കാലടിച്ച് ഒടിച്ചെടുത്തോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട നീ പൊക്കോ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കായിരുന്നു. ഇത്രയും വലിയൊരു ക്രൂരത ആ കുട്ടികളോട് ചെയ്യാൻ പാടില്ലായിരുന്നു. രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളെ അപ്പോൾ ഈ ഒരു കുടുംബമായിട്ട് എങ്ങനെയാണ് ബന്ധം തുടങ്ങുന്നത്? അതിൻ്റെ ഒരു ഓട്ടോറിക്ഷ ഇവിടെ കിടന്ന് വണ്ടി ഉണ്ടെന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വേറെ ഒരാളാണ് കൊണ്ടുവന്നത്. എന്നെ കൊണ്ട് കാണിച്ച് കുഴപ്പമൊന്നുമില്ല, ഡെയിലി കളക്ഷൻ ഇവിടെ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ വണ്ടി ഏൽപ്പിച്ച് അവൻ ഡെയിലി ഇവിടെ കളക്ഷൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. പിന്നെ അവൻ പറഞ്ഞ് എനിക്ക് മറ്റേ ഹൂൾ പേഡ് ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ആ ഹൂൾ പേഡ് മകളുടെ പേരിന് അങ്ങ് അയക്കാൻ തുടങ്ങിയത്. ബാക്കിയുള്ളപ്പോൾ എനിക്ക് അറിഞ്ഞോളൂ. അപ്പം ഞാൻ മോളെ ചോദിച്ചാൽ പൈസ അയച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കൊച്ചിൻ്റെ ഒരു ബർത്ത്ഡേക്ക് വിളിച്ചു. അപ്പം ഈ രഞ്ജിത്തിനെ വിളിച്ചു. എനിക്ക് വേറെ ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് അവരെല്ലാം വന്ന് സഹകരിച്ചൊക്കെ പോയി. അപ്പോൾ ഇവൻ്റെ നോട്ടം കണ്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു അത് ആരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളെന്ന് പറഞ്ഞു. അവനെ നോട്ടങ്ങളൊന്നും ശരിയല്ല, അവനെ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ആ വണ്ടി ഇവിടെ കൊണ്ടിടാൻ പറഞ്ഞു. എന്ത് അല്ല എനിക്ക് വണ്ടിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞു.
അത് എനിക്ക് 2 ദിവസം ഓട്ടം ഉണ്ട്. ഞാൻ അത് നോക്കില്ല, 5 വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ട് താക്കോൽ തന്നിട്ട് അങ്ങ് പോയെന്ന് പറഞ്ഞാൽ ഒരു റബഡികൾ പോകുമ്പോഴാണ് പോയത്. അപ്പോൾ ഞാൻ വന്നില്ലേ, നിൻ്റെ ലൈസൻസിൻ്റെ ഫോട്ടോ സെറ്റ് തരാമെന്ന് പറഞ്ഞ് കൈ കൊടുത്ത് അങ്ങ് പോവുകയും ചെയ്ത്. അവിടെ നിന്ന് തുടർന്നാണ് പിന്നെ അങ്ങോട്ട് വാശി കയറി. എൻ്റെ മോള് എൻ്റെ ഈ ഫയർ സർവീസ് ജോലിക്ക് പോകുന്ന സമയത്തെല്ലാം വഴിക്ക് വന്ന് അവൻ ചേർത്ത് നിർത്തി. ഫയർ സർവീസ് താഴെയുള്ള റെസ്ക്യൂ ടീമാണ്. അപ്പോൾ അങ്ങനെ ഇവർ നേരെ ഈ വെള്ളയമ്പലത്ത് വെച്ചും മ്യൂസിയത്തിൽ വെച്ചും മോള് ബൈക്കിൽ പോയ സമയത്ത് ചേർത്ത് നിർത്തി. അങ്ങനെ അവളത്തെ പറഞ്ഞ് ഞാൻ പിള്ളേരെ നോക്കിക്കോളാം, നിന്നെ നോക്കിക്കോളാം, ഒരു ജീവിതം തരാം. അപ്പോൾ അവൾ നോക്കിയപ്പോൾ ഇത്രയും ഒരാൾ വന്ന് പറയാൻ നേരത്ത് നമുക്ക് അങ്ങനെ നോക്കാമെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ വീട്ടിൽ പറയാമെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് നിരന്തരം ഇവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മോൾക്ക് അറിഞ്ഞുകൊള്ളായിരുന്നു ഇവ നമ്മളെ ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ നോക്കില്ല. അങ്ങനെയായി. പിന്നെ അവർ അങ്ങ് അടുത്തു, പിരിയാത്ത രീതിയിൽ അങ്ങ് അടുത്തു പോയി. അവൻ നല്ലതല്ലേ, പിള്ളേരെ നോക്കും എന്നും പറഞ്ഞ് അവൾക്ക് ഒരു കൂട്ടൊരാൾ വേണമല്ലോ എന്നും പറഞ്ഞാണ് മോളും അവനിലേക്ക് അങ്ങ് പോയത്. പക്ഷേ ഇവ നമ്മളെ കാലിന് നമുക്ക് അറിഞ്ഞില്ലായിരുന്നു. ഉദ്രേഖം പറഞ്ഞാൽ ഫസ്റ്റ് പിന്നെ ഈ ഹെൽമെറ്റ് മാറി അടിച്ച് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഏക്കതിൽ അതിപ്പോൾ സാക്ഷി എടുത്തുണ്ട്. അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഹെൽമെറ്റ് മാറി അടിച്ച് മുറിഞ്ഞ് തലയും പൊട്ടിക്കൂടെ വന്ന്. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുകയായിരുന്നു. അച്ഛാ എന്ത് പറ്റി മക്കളെന്ന് വെച്ചാൽ പറഞ്ഞു, വണ്ടി വന്നപ്പം പൂച്ച കുറുക്കെ ചാടി അങ്ങനെ പിന്നെ വീണെന്ന് പറഞ്ഞു. മരുന്നൊക്കെ വെച്ചോ? അത് മരുന്ന് വെച്ചെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അനിയത്തെ വിളിച്ച് പറഞ്ഞു ആ മോള് നെടുവങ്ങാട്ട താമസിക്കുകയായിരുന്നു. ആ കൊച്ചിനെയും കൊണ്ട് ആ രാത്രി ആകുമ്പോൾ ഇവിടെ വന്ന് എവളെയും വിളിച്ചുകൊണ്ട് പോയി. 5 തൈലം ഉണ്ടായിരുന്നു, ഇട്ടുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോഴും പറയാണ് ഞാൻ വണ്ടി വീണെന്ന. ഇവൾ പോയ ശേഷമാണ് പിറ്റേ ദിവസമാണ് ഈ അടി കണ്ടുകൊണ്ടിരുന്ന അവൻ ചോദിച്ചത്, നിൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചത്? അത് പിന്നെ പൂച്ച അല്ലല്ല രഞ്ജിച്ചെന്ന് പറഞ്ഞ അവൻ താഴെ വെച്ച് ഹെൽമെറ്റ് മാറി അടിച്ചു കൊടുത്താണ്. അവൾ അടിച്ചുകൊണ്ട് മോൾ കുഴഞ്ഞങ്ങ് വീണു. അവൻ വീണ് കണ്ടപ്പോൾ തന്നെ അവൻ എൻ്റെ അറിയാത്ത ആളായതുകൊണ്ടാണ് മോളത് കാര്യം പറഞ്ഞു. എന്തിനു മക്കളെന്ന് വെച്ചാൽ പറഞ്ഞു, ഇല്ല മാമ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോവുകയും ചെയ്ത്. പിന്നെയാണ് അമ്മയോടത്ത് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമുണ്ട്, അവൻ അവൻ്റെ കൂടെ പോയില്ലേ എന്ന് എനിക്ക് പറയാൻ ഒത്തില്ലമ്മ, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് ഞാൻ പറഞ്ഞില്ല എന്നും പറഞ്ഞാൽ പിന്നെ നിരന്തരം ഉദ്ധരിക്കുകയായിരുന്നു. നമ്മളിത് അറിയില്ല, കൊണ്ടുപോയിട്ടും ശരിക്കും നല്ലപോലെ വേണ്ടതില്ല അവൻ ചെയ്യുന്നുണ്ട്. പിള്ളേക്ക് അറിഞ്ഞുകൂടായിരുന്നു നമ്മളെ ഇങ്ങനെ ചെയ്യുമോ. കാര്യം പൈസയ്ക്ക് പൈസ, ഉരുപ്പടിയാണെങ്കിൽ ഇവിടെ കിടന്ന് ഉരുപ്പടിയെല്ലാം വാരിക്കൊണ്ട് പോയി. പണം അല്ലെ 5 ലക്ഷം രൂപ ബാങ്കിൽ കിടന്ന് അതെല്ലാം എടുത്ത് ഇപ്പോൾ ലാസ്റ്റിൽ അന്വേഷിച്ചപ്പം പറഞ്ഞ് 17 രൂപയുള്ളെന്ന് ബാലൻസ്, ബാക്കി ഒരു പൈസയും കാണാനില്ല. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആരൊക്കെയാണ് സഹായിച്ചത്? തുടക്കം മുതൽ കൂടെ നിന്നത് ആരൊക്കെയായിരുന്നു? ഇതിൽ പേരെടുത്ത് പറയാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ശരിക്കും കൊടപ്പനക്കുന്ന് ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കൂട്ടത്ത് ഞങ്ങളുടെ റിലേറ്റീവ്സ് അവരുടെ ആ വേദന ഉണ്ട്, നമുക്ക് ഊഹിക്കാം. അതല്ലാതെ കുറച്ച് മനസാക്ഷി മരവിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പേരെടുത്ത് പറയാം, സവിതേച്ചി, പ്രകാശ് ഏട്ടൻ, സതീഷ് ഏട്ടൻ, അങ്ങനെ നമ്മളെ മാമന്മാർ, സണ്ണി മാമൻ, റെജി മാമൻ, കണ്ണൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ, ഒത്തിരി പേര്, കുഞ്ഞു മാമനെ, കൊച്ചു വിജയ മാമനൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. വലിയൊരു ടീം. സാറിൻ്റെ DYSP സാറ് തന്നെ, സാറിൻ്റെ ഒരു വലിയ ടീം സാറ് റെഡിയാക്കിയ പോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു ടീമുണ്ടായിരുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ടീം ഒറ്റ ദിവസത്തേക്ക് മാത്രമായിരുന്നില്ല, ഈ 12 ദിവസം രാവും പകലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ രാത്രി 3 മണിക്കൊക്കെ ഓരോരുത്തർ ഉറങ്ങിക്കിടക്കുന്നതിനൊക്കെ ഞങ്ങൾ പോയി മുണ്ടുപൊക്കിയൊക്കെ നോക്കുകയാണ് ആ രഞ്ജിത്താണോ എന്നുള്ള ഇതിൽ. അതുപോലെ പ്രകാശ് ഏട്ടൻ, കണ്ണനൊക്കെ ആണെന്ന് പറയുമ്പം പിറ്റേ ദിവസം അന്ന് വൈകിട്ട് 7 മണി മുതൽ പിറ്റേ ദിവസം 10 മണി വരെ നിൽക്കണം. അത് കഴിഞ്ഞ് 12 മണിക്ക് വീണ്ടും വരികയാണ്. മഴ നനഞ്ഞാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് 12 മണിക്ക് വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും വരുവാണ് ഇവൻ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഫുഡ് ക്യൂ നിന്ന് ആഹാരം കഴിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അത്രത്തോളം നമ്മളെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരോടൊക്കെ മനസ്സറിഞ്ഞ് നന്ദി പറയുവാണ് ഈ നേരത്ത്. സാറിൻ്റെ വലിയൊരു ടീമുണ്ട്. കാട്ടാക്കട DYSP സാറ്, SI സാറ്, CA സാറൊക്കെ അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ആൾക്കാരാണ്. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ നിൽക്കുമ്പോഴൊക്കെ അവരും ഉണ്ട് കൂടെ. വലിയൊരു ടീം, ഡോഗ് സ്ക്വാഡ് ആയാലും എല്ലാവരോടും, ഷാഡോ ടീമായാലും എല്ലാവരോടും നന്ദി പറയുവാണ്. ആ കൊടും കുറ്റവാളിയെ സമൂഹത്തിന് വെറുതെ നടക്കാൻ ഇട കൊടുക്കാതെ ഇയാളെ പിടിച്ചതിന് എല്ലാവരോടും നന്ദി പറയുവാണ്. നമുക്കറിയാം ഒരു ജീവൻ എന്തായാലും പകരമാവില്ല എന്നറിയാം. പക്ഷെ എന്നിരുന്നാലും ഇപ്പം നിലവിൽ പ്രതിയെ പിടികൂടി അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഏതറ്റം വരെയും പരമാവധി ഇനിയൊരു ഇര ഉണ്ടാകാൻ പാടില്ല ഈ സമൂഹത്തിൽ. ഇനിയൊരു യുവതിക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് കുടുംബത്തിന്. അപ്പോൾ ഏതറ്റം വരെയും പരമാവധി ശിക്ഷ ലഭിക്കാൻ ഏതറ്റം വരെയും പോകും, അതിനൊരുമിച്ച് നിൽക്കുമെന്നാണ് മായയുടെ കുടുംബം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.